ഓഫീസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നല്ല ചൂട് കേട്ടോ. ചൂടായി കഴിഞ്ഞാൽ അറിയാലോ ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ തണുത്ത എന്തെങ്കിലുമാണ് കഴിക്കേണ്ടത്. എന്നാൽ പിന്നെ നല്ലൊരു ചായ കുടിക്കാമെന്ന് വെച്ചിട്ട് ചായ കുടിക്കാൻ വേണ്ടി കയറി. അപ്പോൾ കൂടെ ഈ അപ്പവും പിന്നെ സൈഡിൽ കുറച്ചൊരു ചിക്കൻ സ്റ്റൂ കൂടെ പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്ന് റൂമിൽ പോയിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പക്ഷേ എന്തൊരു സിനിമയുണ്ട്. അപ്പോൾ അത് റൂമിൽ പോയിട്ട് റെഡി ആയിട്ട് പോകാമെന്ന് കേട്ടോ വിചാരിക്കണം. അങ്ങനെ അതേ റൂമിൽ പോയി റെഡി ആയിട്ട് സിനിമ കാണാനൊക്കെ വേണ്ടി ഇറങ്ങി. നല്ല കോമഡി സിനിമയൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇത് പോയി കണ്ടോട്ടോ, നല്ല സിനിമയാണ്. അങ്ങനെ സിനിമ ഉണ്ട്. പിന്നെ ഇന്ന് രാവിലെ സൺഡേ ആണ്, അപ്പോൾ ഓഫാണല്ലോ. ഉച്ചയായിപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയിട്ട് എണീറ്റു. പിന്നെ നേരെ വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതേ കോർക്കുണ്ട്, ചോറ്, സാമ്പാർ, മുട്ട ഇതൊക്കെ ഉണ്ടാക്കി കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെറിയ രീതിയിൽ ഫുഡ് കഴിക്കലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ചെറിയ രീതിയിൽ പടിയൊന്ന് പാടി കേട്ടോ. ചോറ് കുറച്ച് വേവ് കൂടി. ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരും. അങ്ങനെ പിന്നെ അതൊക്കെ നോക്കി കുറച്ച് നേരമൊക്കെ വിഷമിച്ച് നിന്ന് പിന്നെ വേഗം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വൈകിട്ടായപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ കൃഷ്ണന് മാല കെട്ടണം, വിളക്ക് വെക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞതേ പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോൾ നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട് കേട്ടോ, കണ്ടില്ലേ, മൂടൽമഞ്ഞ് കാര്യങ്ങളൊന്നും നല്ല നല്ല ചൂടാണ്. അപ്പോൾ അതേ ചെടികൾക്കൊന്നും ഇപ്പോൾ ഒരു ഉഷാറില്ല കേട്ടോ, എല്ലാതേ ഇങ്ങനെ ഉണങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഇങ്ങനെ പൂവൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു മരം ഉണ്ട് കേട്ടോ. വേറെ ഒന്നും കൂടി ഉണ്ടായിരുന്നു, പക്ഷേ അത് മൊത്തം അവർ വെട്ടിക്കളഞ്ഞു. അപ്പോൾ അതേ ഒരു മരം നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ കുറച്ച് പൂവൊക്കെ പൊട്ടിച്ചടിക്കാൻ അങ്ങനെ കൃഷ്ണന് മാല കെട്ടാൻ, വിളക്ക് വയ്ക്കാൻ നേരത്തൊക്കെ എടുക്കും കേട്ടോ. അങ്ങനെ ദേ അത് പൊട്ടിച്ച് കൊണ്ടുവന്നു. വില്ലയുടെ ഈ ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ വരൽ കുറവാണ് കേട്ടോ. രാത്രി വരും, ഡ്രസ്സ് വാഷ് ചെയ്യും, വന്ന് പോകും. ഇപ്പോഴാണ് കേട്ടോ ഒന്ന് സമയമൊക്കെ കിട്ടണേ. അങ്ങനെ ദേ വന്നപ്പോൾ തുളസി ഉണ്ട്, കുറച്ചുണ്ട് കേട്ടോ. അതിപ്പോൾ ഉണങ്ങിയൊക്കെ തുടങ്ങി, എന്നാലും പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് തുളസിയൊക്കെ പൊട്ടിച്ച് മാലയൊക്കെ കെട്ടി. അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ട് ചായക്ക് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഇതേ കുറച്ച് ചിക്കൻ നഗറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ വേഗം ഒന്ന് ഫ്രൈ ചെയ്യും. ഫ്രോസൺ നഗറ്റ്സ് ആണ്. അപ്പോൾ എനിക്ക് നഗറ്റ്സ് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പോൾ ദേ ഇവിടെ ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ദേ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്നും നോക്കരുത് കേട്ടോ. കിച്ചണിലെ എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് ഞാൻ കിച്ചൺ ലാസ്റ്റ് ക്ലീൻ ചെയ്യുക. അപ്പോൾ ദേ ഇവിടെ കുറച്ച് ബാക്ക്ഗ്രൗണ്ടൊക്കെ വൃത്തിയായിരിക്കും. അങ്ങനെ ദേ നഗറ്റ്സ് ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മയണൈസ് ഉണ്ട്, പിന്നെ കൂടെ കെച്ചപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ദേ ഇവിടെ ഹണി കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ പീസ്. അങ്ങനെ പിന്നെ അത് കഴിച്ചു. അടിപൊളിയാണ് കേട്ടോ. നഗറ്റ്സ് എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ വൈകിട്ടായപ്പോൾ പിന്നെ രാത്രി ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി, സൺഡേ ആണല്ലോ. അപ്പോൾ എന്നങ്ങനെ പ്രത്യേകിച്ച് വേറെ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല. നല്ല ചൂടാണല്ലോ പുറത്ത്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ നേരെ എന്താ. അപ്പോൾ അവിടെ പിന്നെ ഒരു 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. വെയിറ്റ് ചെയ്തതേ ഫുഡൊക്കെ വന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി. അപ്പോൾ ഇതായിരുന്നു കേട്ടോ സൺഡേ ആയിട്ടുള്ള വിശേഷങ്ങൾ. ബൈ ഡിയേഴ്സ്.